രാവിലെ തന്നെ എണീറ്റ് വന്ന തന്നെ പുറത്ത് നല്ല മഴയായിട്ട് ഇന്ന് രാവിലത്തെ കണി കണ്ടത്. അങ്ങനെ അല്ലൂട്ടനൊക്കെ എണീറ്റ് വന്ന് ഞാൻ അവന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ അവൻ്റെ കാര്യങ്ങൾ രാവിലെ തന്നെ ഓക്കെ ആക്കി, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. പിന്നെ പാത്രങ്ങളൊക്കെ ഇത്തിരി കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഊണ് റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ തന്നെ തേങ്ങ അരച്ച് സാമ്പാർ കറി ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ തേങ്ങ അരച്ച് സാമ്പാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്താ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ അരിയാണ് കേട്ടോ. ഞാൻ പയർ തോരനും വെക്കാമെന്ന് വിചാരിച്ചു. പയർ നമ്മൾ കുനുകുനാ അരിഞ്ഞിട്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ് കുനുകുനാ അരിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പയറുണ്ടാവും ചെയ്യും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ പയർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും എനിക്കിഷ്ടം ഇങ്ങനെ കുനുകുനായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മെഴുക്കുരട്ടി പോലെ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളാട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് കഷ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പരിപ്പ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പരിപ്പില്ലാത്ത തേങ്ങ അരച്ച സാമ്പാർ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. തേങ്ങ ഞാൻ ചിരവിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തേങ്ങ ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തേക്കണം കേട്ടോ. ഇതുപോലെ കിട്ടിയിരിക്കണം. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അതിൽ തന്നെ ഇടണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല അരച്ച് നല്ലത് കിട്ടും. അപ്പോൾ ഞാനൊന്ന് അത് അരച്ച് അതിലോട്ട് ഒഴിച്ച്, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈസ്റ്റേൺ സാമ്പാർ പൗഡറാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ കുറച്ചിട്ടാൽ മതി. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒന്ന് തൂക്കി വിടുന്നുള്ളൂ, കാരണം അതിന് മുന്നേ വറക്കുന്നതിന് മുന്നേ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ പൊടി. പിന്നെ അത് ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉലുവയും കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറാവുള്ളൂ. പിന്നെ ഞാൻ പപ്പടും കാച്ചി കവറിലോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.